നമസ്കാരം. മധുചന്ദ്രികയിലൂടെ ഒരു പിടി നല്ല ഗാനങ്ങളിലേക്ക് നമുക്ക് കടക്കാം അല്ലേ? കൊടിയിലെ എന്ന രാജസാറിന്റെ കൊടിയിലെ മല്ലിയപ്പൂ മണക്കുതേ മാനേ എടുക്കവാ തൊടുക്കവാ തുടിக்கிறேன் நானே பறிக்க சொல்லி தூண்டுதே പവളം മല്ലിത്തോട്ടം. അതിന് വാക്കുകളില്ല. അല്ല, എനിക്കറിയുന്നത് ഞാൻ പാടുന്ന മാത്രമേ ഉള്ളൂ. ശരിയാണോ തെറ്റാന്ന് എനിക്കറിയില്ല. അത് പിന്നെ എല്ലാവരും പാടുന്ന പാടില്ല. സത്തി ഒന്ന കാണാതെ നെഞ്ച് കാക്കാടി പോലാടുത് പൊഴുതാകി പോച്ച് വെളുക്കേത്തിയാച്ച് പൊന്മാനെ ഒന്ന തേടുത് രാസാത്തി ഒന്ന കാണാതെ നെഞ്ച് കാത്താടി പോരാടുത് കണ്ണുക്കൊരു നക്കിളി കാതുക്കൊരു ഗാനക്കുയിൽ നെഞ്ചുക്കൊരു വഞ്ചിക്കൊടി നീ താനമ്മ തത്തിത്തവളും തങ്കച്ചിമിഴേ പൊങ്കിപ്പെരുകും സംഘത്തമിഴേ മുത്തം തരണിത്തം വരും നക്ഷത്തിരം யாரோடு இங்கு எனக்கு என்ன பேச்சு നീരാനെ കണ്ണേ ഞാൻ വാങ്ങും മൂച്ച്. രാജസാറിന്റെ മ്യൂസിക്കിലൊക്കെ പാടുന്നതിന് മുമ്പ് തന്നെ ദേവരാം മാസ്റ്റർ റെക്കോർഡിങ്ങിനൊക്കെ സാർ പാടുന്ന സമയത്ത് ഒരുപാട് പാട്ടുകൾക്ക് രാജസാർ വായിച്ചിട്ടുണ്ടല്ലേ? പറഞ്ഞു കേട്ടിട്ടുണ്ട്, കീബോർഡ് വായിച്ചിട്ടുണ്ട് രാജ എന്നൊക്കെ. അപ്പോൾ അദ്ദേഹത്തിന് തുടക്കകാലം മുതൽ തന്നെ കണ്ട് അല്ലേ? എനിക്കാണ് ഒരു 40-50 ചിത്രങ്ങൾക്ക് ദേവരാം മാസ്റ്റർ വായിച്ചിട്ടുണ്ടാവും. ഉണ്ടാവില്ലേ? അന്ന് പക്ഷേ ഇപ്പം ഞങ്ങൾക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യമാണ്. നമ്മളിപ്പോൾ നമ്മളെ പാട്ടുകളൊക്കെ ആര് വായിച്ചു എന്ന് പോലും പലപ്പോഴും അറിയുന്നില്ല, കാണുന്നില്ല. അന്നൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വലിയ സൗഹൃദം ഉണ്ടായിരുന്നു എല്ലാവരുമായിട്ടല്ലേ. പിന്നെ ഇളയരാജയുടെ നമ്മളെ ഈ 50 years ഓഫ് മലയാളം ഫിലിംസ് മുമ്പ് ഇളയരാജ കാണാൻ എൻ്റെ കാറിലാണ് ഞാൻ മാസ്റ്റർ കൊണ്ടുപോയത്. രാജ കാണുന്ന പറഞ്ഞിട്ട് അപ്പോൾ അവനോട് പറഞ്ഞു നോക്കാം, കിട്ടുമെങ്കിൽ കിട്ടട്ടെ വീടതല്ല. ഞാൻ കാറിൽ കൊണ്ട് ചെന്ന് വീഴപ്പോൾ രാജ വലിയ ബിൽഡിംഗ് അല്ലേ. അപ്പോൾ എന്നോട് കയറി ചെന്ന ഉടനെ എടാ ഇവനൊരു കൊട്ടാരം കെട്ടിച്ചു വെക്കാനുള്ളൂ മാഷ അത് കയറി ഇരുന്ന്. അപ്പോൾ അവിടെ ചെന്നിരുന്നപ്പോൾ കൊള്ളാം എന്നപ്പോൾ അപ്പോൾ ഒരുത്തം വന്നു, അയ്യാ തൂങ്ങിയിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, മാസ്റ്റർ പറഞ്ഞത് എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു രാജ ഉറങ്ങണമെന്ന്. അവൻ ഉറങ്ങട്ടെ, എങ്കിൽ നമുക്ക് പോവാം. സാറേ അങ്ങനെ വേണ്ട, അതായിരിക്കും എന്താ നീ പറയുന്ന പോലെ. ശരി കുറച്ച് ഇരിക്കാമെന്നോ? ശരി. ഞാൻ പറഞ്ഞു 2 പ്രാവശ്യം പറഞ്ഞാൽ കേൾക്കും പുള്ളി. ഇരിക്കാൻ പറഞ്ഞു. ശരിയാ ഇരിക്കാം. അപ്പോഴേക്കും ഓട്ടി വരുന്നു ഇളയരാജ്. മാസ്റ്റർ എപ്പോൾ വന്നേക്കാം മാസ്റ്റർ, എപ്പോൾ വന്നേക്കും? വന്ന് കൊച്ച നേരാച്ച് എന്നടാ നീ പെരിയ ഇത് കെട്ടി വെച്ചിരിക്കേ പറഞ്ഞ് മാസ്റ്റർ രാജൻ ഇരിക്കണില്ലേ. കാലത്ത് തന്നെ ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് തന്നിട്ടുള്ള ആളാണ് പുകഴേന്തി സാർ. പുകഴേന്തി സാറിൻ്റെ പാട്ടുകളൊക്കെ സാർ പാടി. ഇത് പാടില്ലേ? മണ്ണിതിൽ ഇഴയുന്ന മനുഷ്യനോ അന്ധനാര് ഇപ്പോൾ അന്ധനാര് അന്ധകാര പരപ്പിതിൽ അന്ധനാര് വിണ്ണിലിരുന്നുറങ്ങുന്ന ദൈവമോ മണ്ണിതിൽ ഇഴയുന്ന മനുഷ്യനോ. കേരളം ഈ പാട്ടിൽ വരികളാണ്. അതായത് പേരാറിൻ തീരത്തു പെരിയാറിൻ തീരത്തു പേരറിയാത്തൊരു ഗ്രാമം. പിന്നെ അടുത്ത പ്രയോഗം കണ്ണൻ ചിരട്ട കമഴ്ത്തിയ പോലതിൽ മണ്ണുകൊണ്ടുള്ളൊരു മാടം. ഗ്രാമവും മാടവും മാടത്തിൻ ദേവിയും മൂടുപടമിട്ട സ്വപ്നം. ദൂരെ വളരെ ദൂരെ ഇരുന്നാണ് ഒരാൾ പാടുന്നല്ലേ, ഗ്രാമത്തെ ഓർത്ത് പാടുന്നത്. നാളികേരത്തിൻ്റെ നാൾ, അതും ഭാസ്കര മാഷ തന്നെയാണല്ലോ. ഞാൻ പറയും ഇങ്ങനൊരു പേരാറിൻ തീരത്തോ പെരിയാറാത്തൊരു ഗ്രാമം. പെരിയാറെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് സാറിൻ്റെ തന്നെയാണ്. ഭാരതപ്പുഴ. പെരിയാർ എന്ന് പറഞ്ഞാൽ ആലുവാപ്പുഴ. അതിൻ്റെ തീരത്ത് ഏതോ പേരറിയാത്തൊരു ഗ്രാമമുണ്ട്. അതിൽ കണ്ണൻ ചിരട്ട കമഴ്ത്തി പോലൊരു കൊച്ചൊരു അതിൻ്റെ ആ ചിത്രം നോക്കും കണ്ണൻ. ഈ കണ്ണൻ ചിരട്ട അങ്ങനെ ഉപയോഗിക്കുള്ളൂ. അതൊക്കെ ഭാസ്കരൻ്റെ കയ്യിലുള്ളത്. അത് ഒരാൾക്ക് അത് ഉപയോഗിച്ചിട്ടുമില്ല, ഉപയോഗിക്കാനും പോകുന്നില്ല.